വടക്കാഞ്ചേരി അകമലയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്താണ് നമ്മളിവിടെ. ഇവിടെയുള്ള നിലവിൽ ഇപ്പോൾ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കാം. ആളുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ നമുക്ക് കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഡേഞ്ചറായിട്ട് നിൽക്കുന്നൊരു ഏരിയയാണ്. വളരെ മുൻകരുതലുകൾ എടുക്കേണ്ടതും ഈ പ്രദേശത്തുള്ള ആളുകളെ താൽക്കാലികമായി മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാര്യം ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടെത്തിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ സ്ലോപ്പാണ്. ഭൂമിയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏകദേശം 39 ഡിഗ്രിയോളം ചെരിവ് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഏറ്റവും മുകൾ ഭാഗത്തുള്ള റബ്ബർ മരങ്ങളാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ആ റബ്ബർ മരങ്ങളിൽ തടമെടുത്ത് അതിനെ കോണ്ടൂറിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വെള്ളത്തെ ഒഴുക്കിവിടാത്ത തരത്തിലാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. ആ വെള്ളം ഒഴുകി പോകാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ അകത്തുള്ള ഈ മേൽമണ്ണിൻ്റെ കനം എന്ന് പറയുന്നത് 2 മീറ്റർ മുതൽ 7 മീറ്ററോളം വരെ തിക്കനസ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഇവിടെ ഹെവി റെയിൻഫാൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഏരിയയാണ്. ആ ശക്തമായ മഴയുടെ ഭാഗമായിട്ട് ഈ മേൽമണ്ണ് കൂടുതലുള്ള ഈ സ്ഥലത്ത് ജലപൂരിതമാവുകയും അത് ഏത് സമയത്തും താഴേക്ക് നിബന്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശം ഇപ്പം നിലനിൽക്കുന്നത്. മണ്ണിന് ബലക്കുറവുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല സ്ലോപ്പ് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. 22 ഡിഗ്രിയേക്കാൾ കൂടുതൽ സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 39 ഡിഗ്രി അടുത്ത് ചെരിവുണ്ട്. ഒന്ന് മറ്റു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ലൈഡ് കാണുന്ന ഏരിയയുടെ നേരെ മുകൾ ഭാഗത്ത് 15 മീറ്റർ മാറിയിട്ട് ഒരു കിണർ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കിണർ നിറച്ച് വെള്ളമാണ്. അപ്പോൾ ആ കിണർ നിറച്ച് വെള്ളം നിൽക്കുകയും മുകളിൽ നിന്ന് വീണ്ടും വീണ്ടും വെള്ളം കിണറിൽ വരികയും ആ കിണർ അടിയിലൂടെ തുരങ്കങ്ങളുണ്ടാക്കി ചെറിയ സുഷിരങ്ങളിലൂടെ താഴേക്ക് നിബന്ധിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും ഈ മരങ്ങളുടെ റൂട്ടുകൾ വരുന്ന ഭാഗങ്ങളിലൂടെ ഒക്കെ വെള്ളം അരിച്ചിറങ്ങുകയാണ്. അങ്ങനെ വെള്ളത്തിന് പോകാനുള്ള വഴി തേടിക്കൊണ്ടാണ് വെള്ളം നിൽക്കുന്നത്. അങ്ങനെ വെള്ളത്തിന് പോകാൻ എവിടെയെങ്കിലും ബ്ലോക്ക് ആവുന്ന സാഹചര്യത്തിൽ ആ മണ്ണിനെയും മരത്തിനെയും എല്ലാം വലിച്ച് താഴേക്ക് ഇറങ്ങുന്ന പ്രവർത്തനത്തെയാണ് ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്നത്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ വയനാട് മേഖലയിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ പരിശോധനയിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഡേഞ്ചറായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ്. സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആളുകളെ പേടിപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കഥ പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് വസ്തുതകൾ ഇതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ വസ്തുത ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഈ പറയുന്ന മണ്ണും കല്ലും എല്ലാം താഴേക്ക് പോകുന്ന പ്രതിഭാസത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. മണ്ണും കല്ലും ഉൾപ്പെടെയുള്ള സകലമാന ഭൂമിയുടെ അടിയിൽ നിന്നല്ല പ്രവർത്തനം, മുകളിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ക്രൗൺ എന്ന് പറയും. ക്രൗൺ എന്നാണ് പറയുക. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ അടിഭാഗത്ത് അതിന്റെ വാല് അഥവാ ടോ അത് കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിംഗ് ആണ് ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ കയറ്റത്ത് നിർത്തിയാൽ അതിന് ഊട് വെച്ച് കൊടുക്കും. നമ്മൾ ആ ഊട് തള്ളിക്കളക്കും. മീൻസ് ആ സ്ലോപ്പിലെ ടോ കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിങ് നടത്തി കഴിഞ്ഞപ്പോൾ വന്നു. രണ്ടാമത്തെ കാര്യം, ആ മണ്ണിടിഞ്ഞിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഓർഡർ സ്ട്രീമിന്റെ നടുവിലാണ്. ഒരു ഫസ്റ്റ് ഓർഡർ സ്ട്രീമുണ്ട്. അതായത് അരുവികൾ ഒരു മരത്തിന്റെ ചില്ലയെ സൂചിപ്പിക്കുന്ന പോലെ ആ ഫസ്റ്റ് ഓർഡർ സ്ട്രീമിനെ നടുക്ക് കൊട്ട ചെയ്തിട്ടാണ് ആ വീട് പണിതിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടേക്ക് മണ്ണ് വീഴുക എന്ന് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞത്. ഏകദേശം എത്ര വീടുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നതാണ്? അത് നമ്മൾ ആ തരത്തിലൊരു കണക്കെടുത്തിട്ടില്ല. കാരണം അത് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഫീൽഡ് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീടുകളിൽ അത് നോക്കിയിട്ട് വിസിനിറ്റി നോക്കിയിട്ട് അവരതിനുള്ള നടപടികൾ എടുക്കും. ഈ ഭാഗത്തുള്ള വീടുകൾ മാറ്റി പാർപ്പിക്കണം. അതിൽ തർക്കമൊന്നും ഈ പ്രദേശത്ത് ഇപ്പൊ താമസയോഗ്യമല്ല. കാരണം മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആവാനേ പറ്റുള്ളൂ. കുറച്ച് സമയം മാറി നിൽക്കുക, മഴ മാറുന്നവരെ മാറി നിൽക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ പരിശോധന. അതാണ് നമുക്ക് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പൊ ഞങ്ങളിത് പറഞ്ഞുകൊണ്ട് വെച്ചാൽ നാളെ ഇത് തകർന്നു വീഴണം എന്നല്ല. ഇതിന് സാധ്യതകൾ ഏറെയാണ്. പ്രിക്കോഷണറി മെഷർമെന്റ് ആണ്. സാധ്യതകൾ ഏറെയാണ്. വീണേക്കാം. അതിനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞ പോലെ ഒരു ബണ്ണ് ചായയിൽ മുക്കി കഴിഞ്ഞാൽ ആ ബണ്ണിന്റെ സ്ഥിതി എന്താ, ആ അർത്ഥത്തിൽ വെള്ളം തൂങ്ങി നിൽക്കുകയാണ് ഈ മണ്ണിൽ. കാരണം മണ്ണിന്റെ കനം കൂടുതലാണെന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് എന്റെ കാര്യം. അതിതീവ്ര മഴ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിൽ തർക്കമൊന്നുമില്ല. സാധാരണ ഈ ജലസംരക്ഷണത്തിന്റെ ഭാഗമായി എടുക്കുന്ന ഈ മഴക്കുഴികൾ ശരിക്കും പറഞ്ഞാൽ ദോഷമല്ലേ? മഴ ചെരുവനുസരിച്ച് അത് നിജപ്പെടുത്തണം. അതായത് 22 ഡിഗ്രി കൂടുതൽ ചെരുവുള്ള സ്ഥലങ്ങളിൽ അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ ചെയ്യാൻ പാടുള്ളൂ. ആ നീർച്ചാലുകൾക്കൊക്കെ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും വേണം. ഒരിക്കൽ പോലും അത്തരം ചെരുവുകളിൽ വെള്ളത്തെ ബ്ലോക്ക് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. ആ സ്ഥലത്തെ പരിശോധനകൾ ശാസ്ത്രീയമായ പരിശോധന നടത്തിക്കൊണ്ട് തീരുമാനമെടുക്കാൻ സാധിക്കും. ഈ പ്രദേശത്ത് റബ്ബർ കൃഷി നടത്തുന്നത് അശാസ്ത്രീയമായിട്ട് റബ്ബർ കൃഷി നടത്തുന്നത് അശാസ്ത്രീയമെന്നല്ല. റബ്ബർ കൃഷി നടത്തുമ്പോൾ അതിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ആ വെള്ളത്തിനെ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങത്തക്ക രൂപത്തിലാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നുള്ളതാണ്. ഒരു തരത്തിലും അതിനെ വിടാൻ സാധിക്കില്ല. അതിന്റെ വെള്ളം ഒഴുകി പോകണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ തിക്കനസ് കൂടുതലാണ്, മണ്ണിന്റെ തിക്കനസ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.
അതാണ് പ്രധാനപ്പെട്ട. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സന്തോഷ് സാർ എന്തെങ്കിലും പറയാം? വേനൽക്കാലങ്ങളിൽ നമ്മൾ ജലത്തെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ മഴക്കാലങ്ങളിൽ നമുക്ക് അത് പുറത്തേക്ക് നിർഗമിച്ചു പോകാനുള്ള വഴികൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ വളരെ വെതേഡ് ആയിട്ടുള്ള ലാറ്ററൈറ്റ് ഫോർമേഷനാണ് പാറയുടെ മുകളിലുള്ളത്. അപ്പോൾ അത് ജലം കൂടുതൽ ആഗിരണം ചെയ്യുന്ന സമയത്ത് ഇതിനെ പുറത്തേക്ക് തള്ളി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ആ താഴേക്ക് വെള്ളം ഇറങ്ങി നിൽക്കുന്നുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ. അതാണ് പിന്നീട് ലാൻഡ് സ്ലൈഡായിട്ട് രൂപപ്പെട്ടു വരുന്നത്. ലാൻഡ് സ്ലൈഡ് തന്നെയാണ് വീണ്ടും മാസീവ് ലാൻഡ് സ്ലൈഡായിട്ട് താഴേന്ന് വരെ പുറത്തേക്ക് തള്ളി വരുന്നത്, വയനാടെല്ലാം സംഭവിച്ച പോലെ. അപ്പോൾ അത്തരം പ്രവണത ഒഴിവാക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ നീർച്ചാലുകൾ തടയാതെ വേണം കൺസ്ട്രക്ഷൻ പഞ്ചായത്തുകൾ അനുവദിക്കേണ്ടത്. ഇത്തരം കൺസ്ട്രക്ഷൻസ് വെള്ളത്തിൻ്റെ നീർച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യും. ഇത്തരം സാധ്യതകളും കൂടെ നോക്കിയിട്ട് വേണം ഇനി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കേണ്ടത്. എന്തായാലും അത്തരത്തിൽ, അതായത് നിലവിൽ ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്നുമുള്ള ഈ സമീപത്ത്, അതായത് നിലവിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രദേശത്തിന് താഴെയുള്ള ആളുകളോടെല്ലാം തന്നെ മാറി പാർക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ജിയോളജി വകുപ്പും അതുപോലെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും നൽകിയിരിക്കുന്നത്. അതിന് പ്രധാനമായും പറയുന്നത് ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള മഴ 33 മില്ലിമീറ്ററിലടക്കം കൂടുതൽ മഴ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ സാഹചര്യത്തിൽ മണ്ണിന് ബലക്കുറവുണ്ട്, ഒപ്പം തന്നെ വലിയ നീർവാഴ്ചകൾ ഇത് മണ്ണിനടിയിലൂടെ ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ മണ്ണ് ഇടിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ആളുകളെ എത്രയും പെട്ടെന്ന് മാറി ഒന്നില്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ എന്തായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. ഇത് ഒരു ഭയമല്ല, എന്തായാലും ജാഗ്രത, ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് എന്തായാലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഈ ഒരു തീരുമാനവുമായി നിലവിൽ ഇവിടെ വന്ന പരിശോധന നടത്തിയിൽ നിന്നും എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വടക്കാഞ്ചേരി അകമലയിൽ നിന്നുള്ള ആളുകളോട് മാറി പാർക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. ബേസിൽ ജോർജിനൊപ്പം കെ അഖിൽ, മീഡിയ 1.